റോയൽ റംബിൾ സീസണാണ്. കുറേയധികം റിട്ടേണിൻ്റെ റൂമറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റൊരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് റൂമറല്ല, സാക്ക് റൈഡർ അല്ലെങ്കിൽ മാറ്റ് കാർഡോണ ട്വീറ്റ് ചെയ്തൊരു സംഭവമാണ്. അദ്ദേഹം കുറേ നാളുകൊണ്ട് WWE വരുന്നതെന്ന് കേൾക്കുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹം WWE എത്തിയിട്ടില്ല. അതിന് ശേഷം റൂമറുകൾ വന്ന് പല വ്യക്തികളും ഇപ്പോൾ WWE വന്നു കഴിഞ്ഞു. എന്തായാലും അത് തന്നെയാണ് മാറ്റ് കാർഡോണ അല്ലെങ്കിൽ സാക്ക് റൈഡർ ഇപ്പോൾ പറയുന്നത്. അത് റോക്ക് തിരിച്ചു വന്നു, പങ്ക് തിരിച്ചു വന്നു, അതുപോലെ തന്നെ ഓർസൺ ട്രൂത്ത് വരെ തിരിച്ചു വന്നു. എന്തായാലും 2011 കത്തിയുന്ന എല്ലാ സംഭവങ്ങളും തിരിച്ചു വന്നു. പക്ഷേ താൻ മാത്രം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് സാക്ക് റൈഡർ പറയുന്നത്. അതായത് 2011 താനും വേറെ ലെവലൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നെന്നാണ് സാക്ക് റൈഡർ അല്ലെങ്കിൽ മാറ്റ് കാർഡോണ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ചെൽസി ഗ്രീൻ്റെ അഡ്രസ്സ് തന്നെയാണ് എൻ്റെ അഡ്രസ്സ്. സോ ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം. അതായത് WWE പറയുകയാണ് എന്നെയും കൂടെ WWE വിളിക്കാനെന്ന്. അദ്ദേഹം ഇത് മിക്കപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു തമാശയ്ക്ക് ചെയ്യുന്ന കാര്യമാണോ എന്നറിയില്ല. അതായത് ഫാൻസിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് WWE ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവമായിട്ട് വേണമെങ്കിൽ കരുതാം. എന്തായാലും 2024 റോയൽ റംബിളിലോ അതിനുശേഷമോ സാക്ക് റൈഡർ വന്ന് അത്ഭുതപ്പെടാനേ ഇല്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്പാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറേ നാളുകൊണ്ട് എക്സ്പാക്ക് റോയൽ റംബിളിൽ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ റോയൽ റംബിളിലേക്ക് എക്സ്പാക്ക് വരാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. അതായത് എക്സ്പാക്ക് പെർഫോമൻസ് സെൻറ്ററിൽ ട്രെയിനിങ് ആരംഭിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം കുറച്ച് വയസ്സുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ട്രെയിനിങ് ആരംഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് ഇപ്പോൾ ട്രെയിനിങ് ആരംഭിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് ചിലപ്പോൾ റോയൽ റംബിളിലേക്കുള്ള റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമെന്നാണ്. മിക്കവാറും എക്സ്പാക്കിൻ്റെ ഒരു ക്യാമിയോ റോൾ നമുക്ക് റോയൽ റംബിളിൽ കാണാൻ സാധിച്ചെന്ന് വരാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാഷാ ബാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, സാഷാ ബാങ്ക്സ് AEWയിലാണോ സൈൻ ചെയ്തത്, അല്ലെങ്കിൽ AEWയുടെ കോൺട്രാക്റ്റ് ആണോ സൈൻ ചെയ്തത്, WWEയുടെ കോൺട്രാക്റ്റ് ആണോ സൈൻ ചെയ്തതെന്ന്. എന്തായാലും WWEയുമായിട്ട് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ചർച്ചകൾ വിജയിച്ചില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല സാഷാ ബാങ്ക്സ് ഒരു വലിയ കോൺട്രാക്റ്റാണ് ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ അതൊരു നല്ല എഗ്രിമെൻറ്റിൽ പോയില്ല. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് AEWന് വേണ്ടി ഉടൻ തന്നെ സാഷാ ബാങ്ക്സ് ഡെബ്യൂ ചെയ്യുമെന്നാണ്. മിക്കവാറും നാളത്തെ AEW എപ്പിസോഡോ അത് കഴിഞ്ഞുള്ള എപ്പോഴെങ്കിലും, അത് ഈ ആഴ്ചയിലുള്ള ഏതെങ്കിലും എപ്പിസോഡിൽ സാഷാ ബാങ്ക്സ് AEWന് വേണ്ടി ഡെബ്യൂ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികമാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും സാഷാ ബാങ്ക്സിൻ്റെ റൂമറുകളൊക്കെ കൺഫേം ആയിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അത് നടക്കുന്നില്ല. അതെന്താണെന്നറിയില്ല. എന്തായാലും AEWയിലേക്ക് വരുമെന്ന് കേൾക്കുന്നു. ചിലപ്പോൾ നാളെ തന്നെ വരുമെന്ന് കേൾക്കുന്നു. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാമി സൈനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അതായത് സാമി സൈനും തലയ്ക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. അതായത് ടൊറാൻഡോയിൽ 29 വെച്ച് നടന്ന ഡിസംബർ, അതായത് ഹോളിഡേ ടൂറിൽ വെച്ചുണ്ടായ മാച്ചിനിടയിലാണ് സാമി സൈൻ ഈ ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. ഈ ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് ഫിൻ ബാലറിനെതിരായിട്ടുള്ള മാച്ചിലാണ്. തലയിൽ ഏതാണ്ട് 15 സ്റ്റിച്ച് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇനി എത്ര നാൾ WWEയിൽ നിന്ന് മാറി നിൽക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എനിക്ക് തോന്നുന്നില്ല അധികം നാളൊക്കെ മാറി നിൽക്കുന്നത്. കാരണം ഫിൻ ബാലറിന് ഇതുപോലൊരു ഇഞ്ചുറി വന്നിരുന്നു. അതിന് 12 സ്റ്റിച്ച് എങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിൽ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ഒരു ഷോയിൽ അപ്പിയർ ചെയ്തു. എന്തായാലും എനിക്ക് തോന്നുന്നു ഒത്തിരി ദിവസമൊന്നും മാറി നിൽക്കാൻ പോകുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹവും അപ്പിയർ ആകുമെന്നത്. ഇത് സാമി സൈനും അപ്പിയർ ആകുന്നത്. എന്തായാലും ഫിൻ ബാലറിന് 12 സ്റ്റിച്ചായിരുന്നു, ഇവിടെ 15 സ്റ്റിച്ച് ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും അധികം നാളൊന്നും എടുക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെൽവെറ്റിൻ ഡ്രീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് വെൽവെറ്റിൻ ഡ്രീം. അദ്ദേഹം നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായിരുന്നു. അങ്ങനെ NXTയിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് നടത്തിയ ഒരു സൂപ്പർ സ്റ്റാറാണ്. WWEയുടെ ഫ്യൂച്ചർ എന്നിവരെ കരുതപ്പെട്ടിരുന്ന സൂപ്പർ സ്റ്റാർ ആയിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മോശ പ്രവർത്തികൾ കാരണമാണ്, അതായത് WWE മാത്രമല്ല പുറത്തും, അതായത് മറ്റാളുകളോടും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനോടും അതുപോലെ ഫ്രണ്ട്സായിട്ടുള്ള സൂപ്പർ സ്റ്റാർസിനോടൊക്കെ നടത്തിയ മോശ പെരുമാറ്റം കൊണ്ടാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തെ WWEയിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷം നമ്മൾ വെൽവെറ്റിൻ ഡ്രീമിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അല്ലെങ്കിൽ യാതൊരു അപ്ഡേറ്റും നമ്മൾ കേട്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം അപ്പോളജൈസ് ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അപ്പോളജിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഫൈനലി അദ്ദേഹം ഒരു വലിയ വീഡിയോ ഇട്ടുകൊണ്ട് അപ്പോളജി പറയുന്നുണ്ട്. കുറേ വട്ടം അദ്ദേഹം സോറി പറയുന്നുണ്ട്. സോ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അത് ഇതിന് WWE വരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിഞ്ഞേ പറ്റൂ. എന്തായാലും തിരിച്ചു വന്നാലും അദ്ദേഹം ആ ഒരു പഴയ രീതിയിലേക്ക് പോയില്ലെങ്കിൽ അതുകൊണ്ട് നല്ലതായിരിക്കും. അദ്ദേഹം വളരെ നല്ലൊരു റിസൾട്ടാണ്. ക്യാരക്ടറൂടെ ഇമ്പ്രൂവ് ആവണം. നമുക്കറിയാം അത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സോ ഇനി അങ്ങനെ ചെയ്യാൻ നോക്കേണ്ട അദ്ദേഹത്തിൻ്റെ വലിയൊരു കടമ തന്നെ. ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു അദ്ദേഹം WWEയിലേക്ക് വരണമെന്ന്. അതിൻ്റെ ആ ഒരു പഴയ സ്വഭാവം മാറി. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അതായത് റോക്ക് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അദ്ദേഹം റിട്ടേൺ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതായത് ആ ഒരു ക്യാപ്ഷൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വായിക്കേണ്ടതെന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണ്. അതായത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമുക്ക് റോക്കിനെ തുടർച്ചയായിട്ട് ഇനി WWE കാണാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയിരിക്കുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത്. എന്തായാലും റോക്ക് എലിമിനേഷൻ ചേമ്പറിൽ കാണുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ റസൽമേനിയയിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതും കഴിഞ്ഞും കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. അതായത് CM റോക്ക് ഫ്യൂഡൊക്കെ നടക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു ഇപ്പോൾ. സോ എന്ത് വേണമെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ഇപ്പോൾ റോക്ക് പറഞ്ഞ ഒരു ഒറ്റ കാര്യമാണ്, വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. അത് മാത്രം നമുക്ക് കേട്ടാൽ മതി.